ഹായ് ഡിയേഴ്സ്, ഞാനും എന്നമ്മയും പെട്ടെന്നൊന്ന് റെഡി ആയിട്ട് ഇറങ്ങിയിട്ടുണ്ട് കേട്ടോ. ഈ ഒരു യാത്ര നമ്മൾ ഒട്ടും പ്രതീക്ഷിച്ചല്ല. പെട്ടെന്നാണ് അമ്മച്ചി വിളിച്ചിട്ട് പറഞ്ഞത് മെറസൂന് വയ്യ, ഹോസ്പിറ്റലിൽ കൊണ്ടുപോകാനൊന്ന് വരൂ എന്നുള്ള കാര്യം. എന്നാൽ പിന്നെ ഒന്ന് പോയിട്ട് വരാമല്ലോ എന്ന് വിചാരിച്ച് റൈഹ അറിഞ്ഞിട്ടില്ല കേട്ടോ ഞാൻ പോകുന്നത്. വീട്ടിൽ പോയി അന്നമ്മേനെ വീട്ടിലാക്കിയിട്ട് നേരെ ഞാനും ഷൈബും കുഞ്ഞും കൂടെ ഹോസ്പിറ്റലിലോട്ട് വന്നിട്ടുണ്ട് കേട്ടോ. KTCTയിലാണ് വന്നത്. വിളിച്ച് ബുക്ക് ചെയ്തപ്പോൾ ഒരു 11 മണിയൊക്കെ ആകുമ്പോൾ വന്നോളൂ എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. സാധാരണ നമുക്ക് ടൈം തന്നാൽ ആ ഒരു സമയത്തൊക്കെ കയറാൻ പറ്റുന്നതാണ് കേട്ടോ. ഇന്നെന്തുകൊണ്ടാണെന്ന് അറിഞ്ഞൂടാ. 11 മണി, 12 മണി, 1 മണി, 2 മണിയൊക്കെ ആയപ്പോഴും നമ്മളിതേ ഇവിടെ ഇങ്ങനെ ഇരിക്കുന്നേ ഉണ്ടായിരുന്നോളൂ. ഇരുന്നിരുന്ന് മടുത്തു എന്ന് പറയില്ലേ, ആ ഒരു സെറ്റപ്പായിരുന്നു കേട്ടോ. മെർസു കുറേ നേരമൊക്കെ ഉറങ്ങി സഹകരിച്ചിട്ടുണ്ടായിരുന്നു. അത് കഴിഞ്ഞപ്പോൾ പുള്ളിക്കാരൻ്റെ സ്വഭാവം ചെറുതായിട്ടൊന്ന് മാറി തുടങ്ങിയപ്പോൾ ദേ നമ്മളിവിടെ കിടത്തിയിട്ടുണ്ട് കേട്ടോ. കയ്യിലിരിക്കുന്നതിനെക്കാട്ടി അവന് ഇഷ്ടം തറയിൽ കിടന്ന് കളിക്കാൻ വേണ്ടിയിട്ടാണ്. എന്നാൽ പിന്നെ അവ അവിടെ മാനം നോക്കി കിടന്ന് കളിക്കട്ടെ എന്ന് വിചാരിച്ചു. ഞാനാണെങ്കിൽ വീട്ടിലെ ജോലി കാര്യങ്ങളൊന്നും ഒതുക്കിയിട്ടുണ്ടായിരുന്നില്ല. 11 മണിക്ക് വന്ന് നമുക്ക് പെട്ടെന്ന് പോവാമല്ലോ, പോയിട്ട് ജോലിയൊക്കെ ചെയ്യാമല്ലോ എന്നുള്ളൊരു തോന്നലിലാണ് വന്നത്. 2:30 മണി കഴിഞ്ഞപ്പോഴാണ് ഗൈസ് നമ്മുടെ നമ്പരും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ടായിരുന്നത്. കുഞ്ഞുങ്ങളെ കാണിക്കാൻ വന്നിട്ടുണ്ടെങ്കിൽ കൺസൾട്ടിങ് ടൈം കുറച്ച് കൂടുതലായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ കുറേ കുഞ്ഞുമക്കൾ അവിടെ ഉണ്ടായിരുന്നു. അവരെല്ലാവരെയും കാണിച്ചു കഴിഞ്ഞ് ഏറ്റവും ലാസ്റ്റാണ് കേട്ടോ നമ്മൾ കാണിക്കുന്നത്. ഏറ്റവും ലാസ്റ്റ് എന്ന് പറയാൻ പറ്റത്തില്ല, പിന്നെ ഒരു കുഞ്ഞു അവയും കൂടെ കാണിക്കാനുണ്ടായിരുന്നുള്ളൂ. അപ്പോൾ പേര് വിളിച്ച ആശ്വാസത്തിലാണ് ഷൈബ അവിടെ ഡോക്ടറിൻ്റെ റൂമിൽ പോയതിൻ്റെ വെളിയിൽ ഇങ്ങനെ കാത്തു നിൽക്കുന്നത്. ഫൈനലി നമ്മൾ ഡോക്ടറെ കണ്ടിറങ്ങി. പുള്ളിക്കാരനും ഹാപ്പി, നമ്മളും ഹാപ്പി കേട്ടോ. സമയം പക്ഷേ 3 മണിയായിട്ടുണ്ടേ.